രൂപീകരണത്തിനുള്ള നിർണായക ചർച്ച ഡൽഹിയിൽ നടക്കുകയാണ്. NDA യോഗവും ഇന്ത്യ മുന്നണി യോഗവും വൈകിട്ട് ചേരും. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെന്നിരിക്കെ കിങ് മേക്കറാവുകയാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും. NDAക്ക് ഒപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഡൽഹിയിലേക്ക് തിരിക്കും മുൻപ് ചന്ദ്രബാബു നായിഡു പ്രതികരിച്ചു. എന്നാൽ സ്പീക്കർ പദവിയടക്കം വിലപേശൽ TDP നടത്തിയേക്കുമെന്നാണ് സൂചന. ER രാഗേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാഗേഷ്, നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും വന്ന വ്യത്യാസം നിതീഷ് കുമാർ നേരിട്ട് തന്നെ NDA മീറ്റിംഗിൽ പങ്കെടുക്കുന്നു എന്നതാണ്. അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുന്നു. ഒപ്പം ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ അതേ ഫ്ലൈറ്റിൽ തന്നെയാണ് RJD നേതാവും ഉള്ളത്, തേജസ്വി യാദവും ഉള്ളത് എന്നൊരു സാഹചര്യം. TDP നേതാവ് ചന്ദ്രബാബു നായിഡു മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. NDAയുടെ ഒപ്പം എന്നുള്ള കാര്യം ആവർത്തിക്കുകയാണ്. എന്തൊക്കെയാണ് സാധ്യതകൾ? കോമൺ മിനിമം പ്രോഗ്രാം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ JDU മുന്നോട്ട് വെക്കും എന്ന സൂചനകൾ കൂടി വരുന്നു. അപ്പോൾ മോദിക്ക് ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച് സർക്കാർ രൂപീകരിക്കുക സാധ്യമാകുമോ? രേണുക, രണ്ട് നിർണായക യോഗങ്ങൾ ഏതായാലും നടക്കാൻ പോവുകയാണ്. വൈകിട്ട് 4 മണിക്ക് NDA യോഗം, അത് കഴിഞ്ഞാൽ 6 മണിക്ക് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം. NDAക്ക് നിലവിൽ ഈ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ NDAക്ക് ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ പോലും ഈ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ നിലവിൽ NDAയിലുള്ള TDPയും JDUവും സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമാകും. നിലവിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് തന്നെ കിങ് മേക്കർമാരാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും. ഏതായാലും ചന്ദ്രബാബു നായിഡു അല്പം മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഡൽഹിയിലേക്ക് തിരിക്കും മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യം NDAക്കൊപ്പം ഉറച്ചു നിൽക്കും, NDA യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിക്ക് പോകുന്നുവെന്നാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി BJPയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട പദവികളെല്ലാം തന്നെ കഴിഞ്ഞ 2 തവണയും കൈകാര്യം ചെയ്തു പോന്നിരുന്നത് BJP ആയിരുന്നു. തീരുമാനങ്ങളെല്ലാം ഏകപക്ഷീയമായിരുന്നു. പക്ഷേ ഇനി അതിനുള്ള സാധ്യതയില്ല. അതാണ് ഈ മണിക്കൂറുകളെ നിർണായകമാക്കുന്നത്. ഏതായാലും TDP NDA യോഗത്തിൽ ഒരു വിലപേശൽ നടത്തുമോ എന്നറിയില്ല. പക്ഷേ ചില ഡിമാൻഡുകൾ TDP ഉറപ്പായി മുന്നോട്ട് വയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിലൊന്ന് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കും. 2018 ആ ആവശ്യം അംഗീകരിക്കാതെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ മുന്നണി വിടുന്ന സാഹചര്യം പോലും ഉണ്ടായത്. ഒപ്പം കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ TDP ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് പുറമെ സ്പീക്കർ സ്ഥാനം വേണമെന്നൊരു ആവശ്യം TDP മുന്നോട്ട് വയ്ക്കുമെന്ന സൂചനകൾ കൂടി പാർട്ടി വൃത്തങ്ങൾ നൽകുന്നു. കാരണം വാജ്പേയി സർക്കാരിൽ GMC ബാലയോഗി TDP നേതാവായിരുന്നു, അദ്ദേഹമായിരുന്നു സ്പീക്കർ. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 2 മോദി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ട അതല്ല. സ്പീക്കർ പദവി 2ാം മോദി സർക്കാരിന്റെ കാലത്ത് ഓം ബിർള എന്ന നേതാവിനെ BJP നേതാവിനെ തന്നെ BJP നിയോഗിക്കുന്നു കണ്ടു. 1ാം മോദി സർക്കാരിന്റെ കാലത്ത് അത് ADMKക്കാണ് കൊടുത്തെങ്കിൽ സ്പീക്കർ പദവി പോലും 2ാം തവണ BJP തന്നെ കൈകാര്യം ചെയ്യുന്നു. പക്ഷേ ഇത്തവണ ആ പ്രധാനപ്പെട്ട പദവി, അതായത് സഭ നിയന്ത്രിക്കുക എന്ന പ്രധാനപ്പെട്ട പദവി ഒരാവശ്യം TDP ഉന്നയിക്കാൻ പോകുന്നു. JDUവും അതേ ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിലപേശൽ TDPയുടെ ഭാഗത്ത് നേതാവും ഉണ്ടാകും. ഒരുപക്ഷെ ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ ലഭിക്കാം എന്ന് വാഗ്ദാനം നൽകിയാൽ ചന്ദ്രബാബു നായിഡു കേന്ദ്രത്തിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നരൻ ലോകേഷ് നിയമസഭയിലേക്ക് വിജയിച്ചിട്ടുണ്ട്. നരൻ ലോകേഷിനെ വേണമെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവന്നത് കേന്ദ്രത്തിലൊരു കീ പദവിയിലേക്ക് ഒരുപക്ഷെ ചന്ദ്രബാബു നായിഡു വരുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നു. ഏതായാലും അദ്ദേഹം NDAക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. JDUവിന്റെ കാര്യത്തിൽ ചില ആശങ്കകളുണ്ട്. BJP നേതാക്കൾ ഇപ്പോൾ അവകാശപ്പെടുന്നത് അത്തരം ഒരു പ്രതിസന്ധിയുമില്ല, NDA ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്, അതുകൊണ്ട് തന്നെ കൃത്യമായ ഭൂരിപക്ഷമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലും JDU ഈ യോഗത്തിൽ പങ്കെടുക്കാൻ നിതീഷ് ഡൽഹിയിലേക്ക് തിരിച്ചു എന്ന് പറയുമ്പോൾ പോലും ചില ആശങ്കകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം JDU മുന്നോട്ട് വെക്കാൻ പോകുന്ന നിലപാടുകളായിരിക്കും. പൊതു മിനിമം പരിപാടി വേണമെന്നൊരു ആവശ്യം JDU മുന്നോട്ട് വെച്ചേക്കും എന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ BJPക്ക് ഇനി എങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതാണ് ഈ മണിക്കൂറുകളെ നിർണായകമാക്കുന്നത്. ഏതായാലും നിതീഷ് കുമാർ നേരത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന സംശയമുണ്ടായിരുന്നെങ്കിൽ നിതീഷ് തന്നെ യോഗത്തിൽ പങ്കെടുക്കും. ആ യോഗത്തിന് ശേഷം എന്ത് നിതീഷ് കുമാർ പറയുന്നു എന്നായിരിക്കും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം തന്നെ LJP നേതാവ് ചിരാഗ് പാസ്വാൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് കീഴിൽ ഒരു സർക്കാർ ഉണ്ടാക്കുമെന്ന പ്രതികരണം
അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും വൈകിട്ട് 6 മണിക്ക് ചേരുന്നുണ്ട്. 6 മണിക്ക് നടക്കുന്ന യോഗത്തിൽ ഇപ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ധൃതി പിടിച്ച ചർച്ചകളിലേക്കില്ല എന്നാണ്. അപ്പോൾ ഈ രണ്ട് നേതാക്കൾ ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാടായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സർക്കാർ രൂപീകരണത്തിന്റെ ഗതി നിർണ്ണയിക്കുക. ഏതായാലും അല്പസമയത്തിനകം തന്നെ കേന്ദ്ര മന്ത്രിസഭയുടെ യോഗം ചേരുന്നുണ്ട്. ആ യോഗം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് ആരംഭിക്കാൻ പോകുന്നത്. അതിനുശേഷം രാഷ്ട്രപതിയെ പ്രധാനമന്ത്രി കാണുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷമാണ് ഏതായാലും നിർണായകമായ 2 യോഗങ്ങൾ ചേരുക. തീർച്ചയായും ഇതിൽ ഇന്ത്യ മുന്നണി വെക്കുന്ന നിർദ്ദേശങ്ങൾ, ഈ ഇരു പാർട്ടികൾക്ക് മുന്നിലും ഇന്ത്യ മുന്നണി നേതാക്കൾ ഔദ്യോഗികമായും അനൌദ്യോഗികമായും നടത്തുന്ന ചർച്ചകളിൽ വെക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണ് എന്നത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ER രാഗേഷ്. ഇവിടെ ഇപ്പോൾ നിതീഷ് കുമാർ കോമൺ മിനിമം പ്രോഗ്രാം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അത് BJPയെ സംബന്ധിച്ച് അതിനോട് യോജിച്ചു പോവുക സാധ്യമാകുമോ? മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞ അധികാരത്തിലെത്തിയവരാണ്, അവരുടെ കോർ അജണ്ടാസ് നടപ്പിലാക്കി എന്ന് അഭിമാനിക്കുന്നവരാണ്. പക്ഷേ അതിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായ CAA നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള തുടങ്ങിയ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ നിലവിൽ വരുന്ന സാഹചര്യം ഉണ്ടാകും. JDUവിനെ സംബന്ധിച്ച് NDAയ്ക്കൊപ്പം നിൽക്കുമ്പോൾ അവരെടുത്ത പല തീരുമാനങ്ങളും JDU എന്ന പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലായി പോയി. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ബാർഗൈനിങ് പവറുള്ള പാർട്ടിയായി JDUവിന് മാറാൻ കഴിയുമായിരുന്നു. പക്ഷേ അവിടെ അത്തരം തിരിച്ചടികൾ അവരെയും ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ കാണണം? സ്വന്തം ഐഡിയോളജിയിൽ നിന്ന് ഇതുവരെ പിന്തുടർന്നു വന്ന നിലപാടുകളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഒരു സർക്കാർ രൂപീകരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് സാധ്യമാകുമോ? ഇതുവരെ മോദി സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നരേന്ദ്രമോദി ഇനി NDA സർക്കാർ ആകുന്നു, അവരുടെ ഘടകകക്ഷികളുടെ താല്പര്യങ്ങൾക്ക് കൂടി വഴങ്ങേണ്ടി വരുന്നു എന്ന സാഹചര്യത്തെ നമ്മൾ എങ്ങനെ കാണണം? രേണുക, BJPയുടെ പ്രഖ്യാപിത നിലപാട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ ഒരു 5 വർഷമായിരുന്നു കഴിഞ്ഞു പോയത്. അതിലൊന്ന്, അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ജമ്മു കാശ്മീർ ഉണ്ടായിരുന്ന പ്രത്യേക പദവി റദ്ദാക്കുന്നത്. അയോധ്യ വിധിക്ക് ശേഷം രാമക്ഷേത്രം, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാമക്ഷേത്രം നിർമ്മിക്കുകയും അതിന്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തൊട്ടു മുമ്പാണ് പൗരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്തതും അത് നടപ്പാക്കുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല. രേണുക ചോദിച്ച കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പോലും അദ്ദേഹം ഉപയോഗിച്ച വാക്ക് NDA സർക്കാർ എന്ന് തന്നെയാണ്. BJP സർക്കാർ എന്നല്ല, NDA സർക്കാർ എന്നാണ്. സ്വാഭാവികമായും അത്തരം കൂട്ടുകക്ഷി സർക്കാരിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ തവണത്തേത് പോലെയാകില്ല കാര്യങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിൽ ചില നിയന്ത്രണങ്ങൾ ഈ കക്ഷികളുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകും, ചില സമ്മർദ്ദങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അവിടെയാണ് ഇപ്പോൾ JDU വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ പൊതു മിനിമം പരിപാടി എന്ന കാര്യം നിർണായകമാകുന്നത്. UPA കാലത്തൊക്കെ ഇത്തരം പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ഇടതു പാർട്ടികൾ ആ സർക്കാരിനെ പുറമെ നിന്ന് പിന്തുണച്ചിരുന്നത്. അങ്ങനെ ഒരു പൊതു മിനിമം പരിപാടി വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് BJPക്ക് മുന്നിലുള്ള വഴി എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് ഒരുപക്ഷെ വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ അതിനുള്ള മറ്റു പാർട്ടികളെ അടർത്തിയെടുത്തോ അല്ലെങ്കിൽ മറ്റംഗങ്ങളെ കൊണ്ടുവന്ന് ചിലപ്പോൾ JDU ഇല്ലാതെ തന്നെ ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെങ്കിൽ പോലും ഇപ്പോൾ സർക്കാരെ അധികാരത്തിൽ കൊണ്ടുവരിക, മൂന്നാമത് ഒരു മോദി സർക്കാർ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം തന്നെയായിരിക്കും BJPക്ക്. അതുകൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചകൾ സ്വാഭാവികമായും BJPയുടെ ഭാഗത്തുനിന്ന്, പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, അമിത്ഷായുടെ ഭാഗത്തുനിന്നൊക്കെ വേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും 9-ാം തീയതി സത്യപ്രതിജ്ഞ നടക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും NDA ക്യാമ്പ് ആവർത്തിച്ചു പറയുന്നത്, BJP ക്യാമ്പ് ആവർത്തിച്ചു പറയുന്നത്. രാകേഷ്, എന്തായാലും വളരെ രസകരമായ നീക്കങ്ങൾ ഉണ്ട് ഡൽഹിയിലേക്ക്. അതായത് ഇപ്പോൾ ഈ നിതീഷ് കുമാറും തേജസ്വി യാദവും ഒരേ വിമാനത്തിലാണ് ഡൽഹിയിലേക്ക് പുറപ്പെടുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് പ്രേക്ഷകരിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാം. അതിനു മുമ്പ്